അപ്പോഴേ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ 4 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ കാണുന്ന ഒരു പഴയൊരു വീട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണെങ്കിൽ അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അതായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം വ്യത്യാസം നമ്മുടെ ധോണി ലീഡ് കോളേജിന് തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഒരുപാട് വീടുകളും കാര്യങ്ങളും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. അതുപോലെ തന്നെ 65 സെന്റ് സ്ഥലമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ളത്. ഒരിക്കലും വെള്ളമോ കാര്യങ്ങളോ കയറാത്ത, ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് ഏകദേശം നമുക്ക് ഒരു 10-25ഓളം നമ്മൾ കായ്ക്കുന്ന തെങ്ങുണ്ട്, അതുപോലെ തന്നെ മാവ്, പ്ലാവ്, അതുപോലെ തന്നെ സപ്പോട്ട തുടങ്ങിയിട്ടാണല്ലോ അത്യാവശ്യം വേണ്ട എല്ലാ മരങ്ങളോടും കൂടിയിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 65 സെന്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ ശരിക്കും ബസ് സ്റ്റോപ്പിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ദൂരമായിട്ട് വരുന്നത് കേട്ടോ. കറക്റ്റ് നിരന്ന് കിടക്കുന്ന ഭൂമിയാണ്. നല്ല ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് വരുന്നത്, അടുത്തെല്ലാം തന്നെ ഓപ്പോസിറ്റ് ഒക്കെ നല്ല വീടുകളുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലോട്ടും ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഗസ്റ്റ് ഹൗസിന്റെ ഒക്കെ പ്ലാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം 65 സെന്റ് സ്ഥലമാണ് വരുന്നത്. ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ലീഡ് കോളേജ്, അതായത് ധോണി ഉണ്ടല്ലോ, ധോണി ലീഡ് കോളേജിന് തൊട്ട് പുറകിലാണ് കേട്ടോ. 65 സെന്റ് സ്ഥലവും വീടും എല്ലാം കൂടിയിട്ടാണ് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് 2,50,000 രൂപയാണ് കേട്ടോ. ചുറ്റും കോമ്പൗണ്ടുകൾ 4 സൈഡ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന്റെ ഫുൾ ആയിട്ട് ഒരു വീഡിയോ മൊത്തത്തിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം. സൈഡൊക്കെ പോയി കാണിച്ചോ, എല്ലാ വാഹനവും വരുന്ന റോഡാണ്. വലിയ വാഹനങ്ങൾ വരെ നമ്മുടെ റോഡിലൂടെ പോകുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. 2,50,000 രൂപ ചോദിക്കുന്നുണ്ട്. പാലക്കാട് നമ്മുടെ ധോണിയിലുള്ള ലീഡ് കോളേജിന് തൊട്ട് പുറകിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു റോഡ് ആക്സസ് ആയിട്ട് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഗേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണോ ഈ ഭാഗത്ത് നേരെ ലാസ്റ്റ് വരെ കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലോട്ട് എടുക്കുന്നത്. ചെരുവോ വളവോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് സ്ക്വയർ ആണ്. നല്ലൊരു ഫ്രണ്ടേജ്, അതായത് 10-40 മീറ്ററിന് അടുത്ത് നമുക്ക് നല്ലൊരു ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എന്താണോ സപ്പോർട്ടൊക്കെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് മരങ്ങൾ കാര്യങ്ങൾ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും നമുക്കത് ചെറിയൊരു ഹൈറ്റിൽ, അതായത് നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ തേങ്ങയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് തെങ്ങിനകത്തൊക്കെ. ഏകദേശം 10-25ഓളം നമുക്ക് തെങ്ങ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതാണ് വീട് വരുന്നത്. അതായത് വീടിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ. അതായത് സ്ഥലത്തിന്റെ വില മാത്രമാണ് പറയുന്നത്. കാരണം തൊട്ടടുത്തൊക്കെ 3-3.5 ലക്ഷം രൂപയായിട്ടാണ് പ്ലോട്ട് വൈസ് ചെയ്തിട്ട് സ്ഥലങ്ങൾ പോകുന്നത്. അപ്പോൾ വീടിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ. സ്ഥലത്തിന്റെ ഒരു പ്രൈസ് മാത്രമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. നമ്മുടെ കോമ്പൗണ്ടിനോട് ചേർന്ന് 4 സൈഡിലും വീടുള്ള ഭാഗമാണ് കേട്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ വാഴ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വീട് മുഴുവനായിട്ട് നമ്മുടെ ആംഗിൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇരുമ്പിന്റെ ആംഗിൾ കാര്യങ്ങൾ മരമൊക്കെ മാറ്റിയിട്ട് പുതുക്കി പണിയെടുത്ത ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് തേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ബാത്റൂം സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ടാങ്ക്, എല്ലാ സാധനങ്ങളും സെറ്റപ്പ് സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനകത്ത്. ഇമ്പാമ്പുളി എന്നൊക്കെ നമ്മൾ പറയുന്നത്, നിങ്ങളോട് എന്ത് പറയുന്ന അറിയില്ലതാണോ. നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമിയാണേ. ഇങ്ങനെ വരുന്നു കേട്ടോ കോമ്പൗണ്ട് കണ്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ല, അവിടെ നേരെ ഇങ്ങനെ വന്ന് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വരെ. അതുപോലെ തന്നെ ഇതാണ് ബോർവെൽ കണക്ഷൻ വരുന്നത് കേട്ടോ. സ്പിൻഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ മെയിനായിട്ട്. കാരണം എന്താണ് ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ ഒരു റോഡ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത്, ആ ഒരു ഭാഗത്താണ്. ഇതാണ് നമുക്കൊരു ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊരു സെക്കൻഡറി ആണ്. അതായത് ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ വേറെ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ മാത്രമായിട്ടുള്ളൊരു ക്വാർട്ടേഴ്സ് കാര്യങ്ങളാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിനപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ പ്ലാവ്, തെങ്ങ്, മാവ് എല്ലാ മരങ്ങളും ഉണ്ട്. ചക്കയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നടത്തി തൊട്ടപ്പുറത്ത് ഒരു പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം 3.5-4 ലക്ഷം രൂപയ്ക്കാണ് പെർസെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഇതാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഫ്രണ്ടേജ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തൊരു നായ്ക്കൂട്,
അതുപോലെ കിളികളോ പക്ഷികളൊക്കെ വളർത്താനായിട്ടുള്ളൊരു സംവിധാനമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തായിട്ട് വരുന്നത്, മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് നല്ലൊരു ഡീലിൽ എത്താം കേട്ടോ.